സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും മഴയ്ക്കുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതേസമയം വ്യാപകമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറി. കൊല്ലത്ത് താമരക്കുളത്ത് നിന്ന് പ്രജിത്ത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, എങ്ങനെയാണ് കൊല്ലത്തെ അവസ്ഥ, അല്ലെങ്കിൽ അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ എങ്ങനെയാണ്? മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാത്ത സാഹചര്യത്തിൽ അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, മാലിന്യ പ്രശ്നങ്ങളെക്കാളും മഴക്കാലപൂർവ്വ ശുചീകരണക്കാളും വലിയൊരു പ്രശ്നമുള്ള ഒരു മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊല്ലം സെൻറ്റ് സേവിയേഴ്സ് കോളനിയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ മഴയിൽ വീടുകളിലെല്ലാം വെള്ളം കയറി അവരുടെ വസ്ത്രങ്ങളും സകല സാധനങ്ങളും ഒക്കെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ പ്രതിഷേധത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരെന്ന് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അവരുടെ പലരുടെയും വസ്ത്രങ്ങളുമെല്ലാം നനഞ്ഞിട്ടുണ്ട്. വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇവിടെ ഒരു ഓടയൊക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ വീടിന് ഉള്ളിലേക്കൊക്കെ വെള്ളം കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. അമ്മ, ഇന്ന് എങ്ങനെ മഴ ബസ്സിൽ വന്ന് 11 മണിക്ക് വന്ന മഴ വെള്ളം വന്നപ്പോഴേ വെള്ളം വാച്ചിലണക്ക് റോഡിൽ നിന്ന് വരാൻ തുടങ്ങി. വന്ന് അപ്പോഴത്തേനും വീണ്ടും അത് വെള്ളം കയറുകയാണ്. ആരും ഉറങ്ങിയിട്ടില്ല. നേരെ വെളുക്കുന്നവരെ ഈ മഴവെള്ളം വന്ന് ഈ പകുതിയിൽ എത്തുമ്പോഴത്തേക്ക് ഈ ഓടവെള്ളം അടിച്ച് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ആ ഒരു നിലയ്ക്ക് നിൽക്കുന്നത്. എപ്പോൾ മഴ തീർന്നു അപ്പോഴാണ് വീടുകളിൽ ഞങ്ങൾ വീട് വൃത്തിയാക്കാനായിട്ട് കയറിയത്. വെള്ളം കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ, കട്ടിൽ എത്ര നേരം പറഞ്ഞ് ഞങ്ങൾ കുത്തിയിരിക്കും. അത് അത്രയും നശിച്ചടക്കിയ സാധനം. വീട്ടിൽ മെത്തയും കട്ടിലും സെറ്റിയും എല്ലാം കയറി മോനെ കയറി. അങ്ങനെ വലിയ ഒരു പ്രതിഷേധം നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഇതൊരു വീടാണ്. ഈ വീടിനുള്ളിൽ വാതിൽ വെള്ളം കയറാതിരിക്കാൻ ഇത്ര വലിയ മറ വെച്ചിട്ടുണ്ടെങ്കിലും അതും മറികടന്ന് വെള്ളം അകത്ത് കയറിയിട്ടുണ്ട്. അവരിപ്പോൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അകത്ത് ചെളിയുമൊക്കെ ഉണ്ട്. ഇത് മഴ പെയ്ത് കുറച്ച് വെള്ളം ഒഴുകി കയറിയതല്ല, ഓടയിൽ നിന്നുള്ള വെള്ളം, കൊല്ലം നഗരത്തിലെ സകല മാലിന്യങ്ങളും ഒഴുകുന്ന ഓടകളിൽ നിന്നുള്ള വെള്ളമാണ് ഈ വീടുകളിൽ കയറിയത്. ഈ കുട്ടികളുമൊക്കെ ഇവിടെയുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒന്നും ഒരു പോള കണ്ണടച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത്. ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊല്ലം നഗരത്തിലെ മേയറടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ്, മേയറടക്കം ജയിച്ചുകയറിയ പ്രധാനപ്പെട്ട ഒരു വാർഡാണ് ഇതെന്നുള്ളതാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അമ്മ, ഇന്നലെ വെള്ളം കയറിയായിരുന്നോ? വെള്ളം കയറി മണിക്കൂർ കണക്കുണ്ടായിരുന്നു. കൂടുതൽ ആളുകളുണ്ട്. അടുത്തൊരു അമ്മയുണ്ട്. അമ്മയൊക്കെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. കയറാൻ തുടങ്ങിയ 11 മണിക്ക് വെള്ളം കയറാൻ തുടങ്ങിയതാ. 5 മണി വരെ ഈ വെള്ളം കുറവായിരുന്നു. വെള്ളം നിന്നതുമില്ല. ഒരു മനുഷ്യരും വന്നില്ല. ഒരു പാർട്ടിക്കാരും വന്നില്ല. മേയറിന്റെ കാര്യമായാലും ശരി, പിന്നെ കോൺഗ്രസിന്റെ കാര്യമായാലും ശരി, മോനെ നമുക്ക് ആരെയും പിരിച്ച് പറയാനുള്ള കാര്യമില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ 2 പാർട്ടിക്കാരും വന്ന് എത്തി നോക്കായിരുന്നു. ഈ ഏരിയയിൽ കിടക്കുന്നവരെ 2 പാർട്ടിക്കാർക്കും ചെയ്യുന്നവരാണ്. BJPക്കായാലും കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റിനായാലും ചെയ്യുന്നതാണ്. ഒരാൾക്കെങ്കിലും വന്ന് നോക്കാമല്ലോ. ഒരു മനുഷ്യരും വന്നില്ല. ഞങ്ങൾ ഈ ഫോൺ വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കുന്നില്ല. അക്കളാ കേട്ടാ, ഇല്ല രാത്രി അവര് ഈ ഉറക്കത്തിലൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവർ വരുമോ? അങ്ങനെയാണ്. ഇതൊരു വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. കാരണം കാലങ്ങളായി ഇവിടെ ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടേയിരിക്കുന്നു. അതിനുള്ള നടപടികൾ ആരും ഉണ്ടാകുന്നില്ല. പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഓടകളടക്കം ശുചീകരിക്കാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് ഓടകളൊക്കെ ഉണ്ടെങ്കിലും അവിടെയും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വീടുകളിലേക്കൊക്കെ കുറേയധികം വീടുകളുണ്ട്. അവിടെയെല്ലാം സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. അത്രയധികം ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ഓടയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കയറി വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കാലങ്ങളായി ഇവിടെയുള്ളൊരു പ്രശ്നമാണ്. ഇതിന് കൃത്യമായൊരു പരിഹാരമുണ്ടാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നൊന്നും ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ഈ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്.